മലങ്കര സഭ തന്നെ ഒരു ട്രസ്റ്റാണ് എന്നാണ് സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ മലങ്കര സഭ ഒരു ട്രസ്റ്റ് ആയിരിക്കെ മെത്രാപ്പോലിത്തന്മാർ പലരും ട്രസ്റ്റ് രൂപീകരിക്കുന്നതായ ഒരു പരാതി പൊതുവെ ഉയർന്നു വരുന്നുണ്ട്. അതിനെക്കുറിച്ച് തിരുമേനിയുടെ ഒരു നിലപാട് എന്താണ്? ഞാനിത് കേട്ടിട്ടുണ്ട്. മലങ്കര സഭ ഒരു പൊതു ട്രസ്റ്റ് ആണെന്ന് കോടതി വിധിയുണ്ട്. ഈ ട്രസ്റ്റുകൾ മെത്രാച്ചന്മാർ മാത്രമല്ല, ഇടവകളോ വ്യക്തികളുടെയോ ട്രസ്റ്റുകൾ നിലവിലുണ്ട്. ഏതെങ്കിലും പർപ്പസിനെ ഉണ്ടാക്കും. എന്നാൽ ഇപ്പോൾ ശുദ്ധദോസ തീരുമാനമുണ്ട്. ആരെ എവിടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കണമെങ്കിലും അത് ഇന്ന രീതിയിലായിരിക്കണം, സഭയുടെ അറ്റാച്ച്ഡ് ആയിരിക്കണം, സഭയുടെ കീഴിലായിരിക്കുന്ന രീതിയിൽ ഇപ്പോൾ അത് വന്നിട്ടുണ്ട്, അമെൻമെന്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ശുദ്ധദോസ തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെ ആരും അധികം പേരങ്ങനെ ട്രസ്റ്റ് ഞങ്ങളാരും നടത്തുന്നില്ല. ട്രസ്റ്റ് നടത്തുന്നുണ്ടോ എന്ന് എനിക്ക് അവിടെ ഇവിടെ കാണുമായിരിക്കും. അപ്പം അതിനൊരു പർപ്പസ് കാണും. സ്വകാര്യമായിട്ട് ട്രസ്റ്റ് നടത്തി കാശുണ്ടാക്കുന്നതിനോട് ആരും യോജിക്കത്തില്ല. ഞാൻ ഒട്ടും യോജിക്കുന്നയാളല്ല. എന്നാൽ അതിന്റെ നിയന്ത്രണം, സഭയുടെ ഒരു നിയന്ത്രണം, അതിന്മേൽ സയൻസിന്റെ മേൽ സമൂഹത്തിന്റെ നിയന്ത്രണം വേണമെന്ന് പറയുന്ന പോലെ തന്നെ നമ്മളെല്ലാം സഭയുടെ വകയാണ്. അപ്പൊ സഭയുടെ പുറത്തായിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ ഒക്കത്തില്ല. ആ ഡിസിപ്ലിനിൽ പോകണമെന്ന് തന്നെ എൻ്റെ മെത്രാപ്പോലിത്തന്മാരെല്ലാം എളിമ വിട്ട് ആഡംബര പ്രിയരാകുന്നു എന്നും പൊതുസമൂഹം വളരെയധികം കാര്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അത് ശരിയായ ഒരു രീതിയാണോ, അങ്ങനെ ആവണമെന്നാണോ തിരുമേനിയുടെ ഒരു അഭിപ്രായം? ശരിയായ ചോദ്യത്തിൽ തന്നെ മനസ്സിലാവുന്ന ശരിയായ രീതി അല്ല എന്നുള്ളത്. ആഡംബരം എന്ന് പറഞ്ഞാൽ ഈ ആദ്യകാലത്ത് ഒരു സഭാധ്യക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സഭയുടെ പൊതുവിൻ്റെ ആളായിരുന്നു അത്. പിന്നീട് അത് പലതായി. ആഡംബരം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് അതിനകത്ത് അനുഭവം ഇല്ലാത്തതുകൊണ്ട് അറിഞ്ഞുകൂടാ. എൻ്റെ വീക്ഷണത്തിൽ അങ്ങനെ ഒരു ആഡംബര ജീവിതം പറ്റുകയില്ല, ചെയ്യരുത്. ഈ നാട്ടിൽ പാവപ്പെട്ടവരുണ്ട്, ജീവിക്കാൻ തൊഴിലില്ലാത്തവരുണ്ട്, പട്ടിണി കിടക്കുന്നവരുണ്ട്. അവരുടെ നടുക്ക് ഒരാഡംബരവും റിച്ചായിട്ട് ജീവിക്കാൻ ഒക്കുകയില്ല. ഒരവസാനം പറഞ്ഞ സിൻ ഓഫ് ബീയിങ് റിച്ച് ഇൻ എ പുവർ വേൾഡ് എന്ന് പറഞ്ഞാലേ അത് വളരെ മാതൃകാദോഷമാണ്. ആരെങ്കിലും ചെയ്യുന്നുണ്ട്, അത് വേഷത്തിലോ ഭൂഷണത്തിലോ ജീവിത രീതിയിലോ ഒന്നും അങ്ങനെ ഒരു വലിയ ഒരു ആഡംബരം വരാൻ പാടില്ല. അത് ബാക്കിയുള്ളവർക്ക്, പ്രത്യേകിച്ച് ഈ മോഡേൺ തലമുറയ്ക്ക് ഒത്തിരി ചിന്താക്കുഴപ്പം ഉണ്ടാക്കും. യേശു ക്രിസ്തു വളരെ സിമ്പിളായിട്ട് ജീവിച്ച ആളാണ്. അദ്ദേഹത്തിന് സ്വത്തുമില്ല, വീടുമില്ല, ഒന്നുമില്ലായിരുന്നല്ലോ, ബാങ്ക് ബാലൻസും ഇല്ല. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ പറയുന്ന ഒരു കുറ്റം പറയാനൊക്കത്തില്ല, ഉണ്ടെങ്കിൽ അത് പാടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് സഭ നേരിടുന്ന, സഭ മാത്രമല്ല, നമ്മുടെ സഭ മാത്രമല്ല, പൊതുവായിട്ട് എല്ലാ സഭകളും നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് യുവജനങ്ങളുടെ ഒരു അഭാവം. നമുക്ക് എങ്ങനെ ഇതിനെ മറികടക്കാനായിട്ട് സാധിക്കും? അതിന് രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിൽ പോപ്പുലേഷൻ കുറയുന്നു, അതാണ് ഒരു ഫാക്ടർ. നമ്മളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. കത്തോലിക്ക സഭ വളരെ കോൺഷ്യസ് അതിനെക്കുറിച്ച്, അവരതിനെക്കുറിച്ച് എക്സോർട്ടേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പോപ്പുലേഷൻ ഒരുപാട് കുറയുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പോഴും കുറഞ്ഞിരിക്കും. രണ്ടാമത്തേത്, ഒരുപാട് പേര് ഇപ്പൊ ഈ അടുത്ത കാലത്ത് പുറത്തു പോയി, കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്തും പോയി ജീവിക്കണ്ടേ, അത് ജോലി കിട്ടാനും പഠിക്കാനുമായിട്ട് പോകുന്നു. ഈ രണ്ട് കാര്യങ്ങളെ സഭ നല്ലത് സീരിയസ് ആയിട്ട് ചിന്തിച്ച് നേരിടണം. പോപ്പുലേഷൻ കുറയുന്നു ക്രിസ്ത്യൻസിന്റെ, ബാക്കിയുള്ളവർക്ക് പറയാൻ നമുക്ക് കാര്യമില്ല. ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഡ്വിൻഡിൽ ചെയ്ത് വരുന്നുണ്ട്. അത് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ പല പള്ളിയിൽ ചെന്നാൽ ഓൾഡർ ബോയ്സ് ആകാൻ പിള്ളേരില്ല, എല്ലാവരും പുറത്തു പോയി. അവിടെ പുറത്തു പോകുന്നവരെ തേടി സഭ പോകണം. ഇപ്പൊ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ലണ്ടൻ കേന്ദ്രമായുള്ള ആ ഭദ്രാസനത്തിലെ മെത്രാപ്പൊലീത്ത ചെറുപ്പക്കാരനടുത്ത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പം വിടുന്ന അവരെ പ്രിപ്പയർ ചെയ്ത് വിടണം, അതാ ഇവിടെ ഉള്ളവരുടെ ജോലി. പോകുന്നവർ എവിടെ പോകുന്നുള്ള അവരെ അറിയിക്കുകയും ഒക്കെ ചെയ്താൽ ഒരു റിലേഷൻ വരും. എന്നാൽ മറ്റൊരു നമുക്ക് എന്താ ചെയ്യാൻ, പോപ്പുലേഷൻ കുറഞ്ഞു പോകുന്നു. മറ്റേ മൊത്തം സെൻസസ് എടുത്താൽ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഇങ്ങനെ വർഷം കഴിയുന്നതും കുറഞ്ഞു വരികയാണ്. 10 മക്കളുണ്ടായിരുന്നതിൽ ഇപ്പോൾ 1 ഉള്ളൂ, അല്ലെ 2, അതിനത് കൂടുതലില്ല. അപ്പൊ ഈ രണ്ട് ഫാക്ടേഴ്സ് നിലവിലുണ്ട്. ഇത് രണ്ടും നന്നായിട്ട് ചിന്തിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യണം. അതാണ് ഇപ്പൊ ചിന്ത. എല്ലാവരും ക്രിസ്ത്യൻ സഭകളെല്ലാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അവസാനം പാലായിലെ അസംബ്ലിയിൽ ഇതൊരു ചൂട് പിടിച്ച വിഷയമായിരുന്നു, ഈ അംഗസംഖ്യ കുറയുന്നു എന്നുള്ളത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സഭയിലെ വൈദികർക്കെതിരെ വലിയ മോശപ്പെട്ട പല അഭിപ്രായങ്ങളും പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്നു. നമ്മുടെ വൈദിക സെമിനാരിയുടെ നിലനിൽപ്പ് തന്നെ, അല്ലെങ്കിൽ സഭയുടെ നിലനിൽപ്പ് തന്നെ ഈ പറയുന്ന
പൗരോഹിത്യ ശ്രേണിയിൽ ഉള്ളവരാണ്. ഈ വൈദിക സെമിനാരിയുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതായിട്ടുണ്ടോ? അതേപോലെ തന്നെ കാതലായ ഒരുപാട് മാറ്റങ്ങൾ ആവശ്യമല്ലേ? വൈദികരിൽ ഒരു 3-4 ഇടത്ത് ഭദ്രാസനങ്ങളിൽ ഈ പറഞ്ഞ അപഭ്രംശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോട്ടയം മുതലായ ഭദ്രാസനങ്ങളിൽ അതിന് മുഴുവൻ ഉത്തരവാദിത്വമൊന്നും സെമിനാരിക്കല്ല. അത് ഈ ഇന്നത്തെ സമൂഹത്തിലും സോഷ്യൽ മീഡിയ അതുപോലെ അതിൽ നിന്നുണ്ടാകുന്ന പോയിസണസ് ആണ്. അതൊന്നും കൺട്രോൾ ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല. അത് യുവതലമുറയെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. പ്രീസിനെയും സ്വാധീനിച്ചേക്കാം, ഇല്ലെന്ന് ഇടയിൽ ചെയ്യാനൊക്കത്തില്ല. അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് ഈ ഒരു 5-8 പേരുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വളരെ ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ട് അത്. എന്നാൽ ഈ സോഷ്യൽ മീഡിയ ഒന്നും കൺട്രോൾ ചെയ്യാൻ നമുക്കൊക്കത്തില്ല. സെമിനാരിയിൽ അവർക്ക് തിയോളജി വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുകയും സ്പിരിച്വാലിറ്റിയൊക്കെ വെച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ കോട്ടയത്ത് തിരുവനന്തപുരത്ത് ആകെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്, അടുത്ത ആഴ്ച പോകുന്നുണ്ട്. അത് വേണം. കോമൺ സ്പിരിച്വാലിറ്റിയും അതിനെക്കുറിച്ച് ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റി പഠിപ്പിക്കണം, വേദശാസ്ത്രം പഠിക്കും, അല്ലെങ്കിൽ സഭയിൽ പഠിക്കണം. സെമിനാരിയിലെ ട്രെയിനിങ് കൊണ്ട് മാത്രം അല്ലെ അവർ പൊതുത്വമാണ് ഇവരിങ്ങനെ പോയത്, അവർ ട്രെയിനിങ് മോശമാണെന്ന് പഴയ നിലവാരം ഇല്ലായിരിക്കാം ഇപ്പോൾ. എങ്കിലും അതിൻ്റെ അഭാവം കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് പറഞ്ഞാൽ മുഴുവൻ ശരിയല്ല. ഇപ്പോഴത്തെ സമൂഹം അങ്ങനെയാണ്. ഈ പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ശരിയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. അവർ തന്നെ ഏതെല്ലാം വീട്ടിൽ ഒളിച്ചോടി പോകുന്നു. അമ്മ വഴക്ക് പറഞ്ഞാണ് ട്രെയിൻ കയറി പോവുക വേറെ എവിടെയെങ്കിലുമൊക്കെ. ഇതെല്ലാം ഒരേ രോഗം തന്നെയാണ്. സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു പൊതുവായ രോഗമാണിത്. അതിൽ സർക്കാർ നോക്കിയൊന്നും അത്ര നിയന്ത്രിക്കാൻ പറ്റുകയില്ല. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൂടെ എന്തെല്ലാം കള്ളത്തരങ്ങളിലൂടെ ആൾക്കാരുടെ പണം തട്ടിയെടുക്കുന്ന ഗൂഗിളോസ് മിത്രാപ്പൊലീത്തയുടെ ഉൾപ്പെടെ എവിടെയിട്ട് കൺട്രോൾ ചെയ്യാൻ സൈബർ ക്രൈം വർദ്ധിച്ചു വരുന്നു. ഇതെല്ലാം ഒരു റാക്കറ്റാണിത്. അതിനകത്ത് വൈദികരെ അവർ ഡെഡിക്കേറ്റഡ് ജീവിക്കുന്നുള്ളത് ജീവിക്കണം, ഇല്ലെങ്കിൽ സഭയ്ക്ക് അത് ദോഷം ചെയ്യും. വൈദികരായ ഞങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് നിന്ന് ജീവിതം അവർ കാണിച്ചില്ലെങ്കിൽ സഭ ഇളവും. അതാണ് സത്യം. ലോകത്തെ ഏറ്റവും മികച്ച ജനാധിപത്യ പ്രാതിനിധ്യമുള്ള ഒരു സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നുള്ളത്. എന്നാൽ ഇന്ന് ജനാധിപത്യ മൂല്യങ്ങൾ ഒട്ടനവധി കുറഞ്ഞുകൊണ്ട് ഭൗതിക അധികാരങ്ങൾ എപ്പിസ്കോപ്പസിയിലേക്ക് വികേന്ദ്രീകരിക്കുന്നു എന്ന് വിശ്വാസികൾ പൊതുവെ പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അതിനെക്കുറിച്ച് തിരുമേനിയുടെ ഒരു അഭിപ്രായം എന്താണ്? കാത്തലിക് ചർച്ചിൽ വിഭിന്നമായി ഒരു ഡെമോക്രാറ്റിക് സ്ട്രക്ചറാണ് നമുക്കുള്ളത്. എപ്പിസ്കോപ്പൽ ഡെമോക്രാറ്റിക് ചേർന്ന് പോകുന്നതാണ്. പ്രോട്ടസ്റ്റന്റ് സഭയിൽ കുറച്ച് കൂടുതൽ ഡെമോക്രസി ഉണ്ട്. ഓർത്തഡോക്സ് പാരമ്പര്യത്തിലും സുറിയാനി പാരമ്പര്യത്തിലും എപ്പിസ്കോപ്പ എന്ന് പറയുന്നത് അതൊരു കാനോനനുസരിച്ച് വിശ്വാസികളുടെ ആത്മാക്കളുടെ എപ്പിസ്കോപ്പയുടെ വക്കൽ പരിമേലിപ്പിക്കപ്പെട്ടിരിക്കുന്നതൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കാനോനകത്തുള്ളത് അവര് മനുഷ്യരല്ല എന്ന് പറഞ്ഞാൽ അവർ മനുഷ്യർ തന്നെയാണ്. എന്നാൽ അധികാരമെല്ലാം അവരിത് കേന്ദ്രീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഭരണഘടന അനുസരിച്ച് മാത്രമേ അവർക്ക് പെരുമാറാൻ ഒക്കൂ. കാനോനിലും ഭരണഘടനയിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യമൊന്നും അവർ കൈകാണാൻ പാടില്ല. പിന്നെ ഈ പൊതുവേക്ക് വരുന്ന എന്തുകൊണ്ടാണ് അധികാരം കേന്ദ്രീകരിച്ച് വെച്ചിരിക്കുകയാണോ എന്നുള്ളത് എനിക്കറിയാൻ. ഞാനും കേട്ടിട്ടുണ്ട്. മാനേജിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് തികച്ചും ജനാധിപത്യപരമല്ലേ. അവർ നേരത്തെ ക്വസ്റ്റ്യൻ അവർ ഈ അടുത്ത കാര്യം വരെ 1 മണിക്കൂറായിരുന്നു. കഴിഞ്ഞ മീറ്റിങ്ങിലും പറഞ്ഞ് ഇത് പോരാ, 2 മണിക്കൂറാണ്. 2 മണിക്കൂർ ഇപ്പൊ ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ല. പിന്നെ രാഷ്ട്രീയ രീതിയിൽ സഭ പോകണോ എന്നൊരു പ്രധാന ചോദ്യമാണ്. പുറത്ത് കാണുന്ന രാഷ്ട്രീയത്തിലോ സമൂഹത്തിലോ കാണുന്നത് എല്ലാം സഭയിൽ പറിച്ച് നടണമോ എന്നുള്ള ഒരു സുപ്രധാനമായ ഒരു ഇഷ്യൂയാണത്. അപ്പൊ അവിടെ ഉള്ളതെല്ലാം ഇവിടെ ചെയ്യാൻ ഒക്കും. ഇവിടെ ആരും കേന്ദ്രീകരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ആ പല കാതോലിക്കായിട്ടുള്ള അധികാരം എന്ന് പറയുന്നത് സബ്ജക്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. ഈവൻ ദ കാതോലിക് സബ്ജക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്നാൽ അതിന്റെ ഫസ്റ്റ് പറയുന്ന ആത്മീയവും വൈദികവും ലൗകികവുമായ കാര്യങ്ങൾ കാതോലിക്കാണ് സബ്ജക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റാണ്. അതിന്റെ ഒരു അക്ഷരം എല്ലാ ഡയസിലും ഉണ്ട്. പക്ഷേ ഒരു നേതാവ് വേണ്ടേ? എല്ലായിടത്തും ഒരു നേതാവ് വേണം. അത് ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു ശബ്ദമായിരിക്കണം, വികലമായ ശബ്ദമല്ല. ശ്രദ്ധിക്കുന്ന ഒരു ശബ്ദമായാൽ ഇപ്പൊ കുറിച്ചി ബാബയെ കുറിച്ച് പറഞ്ഞാൽ അത് വളരെ സെയിൻലി പേഴ്സൺ. അപ്പൊ ആൾക്കാർക്ക് വളരെ വിശ്വാസമാണ്, പേടി വേണം. ആരും പരാതി പറയത്തില്ല കേന്ദ്രീകരിച്ചെന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് നമുക്ക് അതുപോലെ റിക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ജനങ്ങൾക്ക് ലീഡേഴ്സിന് ക്രെഡിബിലിറ്റി വേണം.
ഞാൻ പറഞ്ഞതിന് ചുരുക്കം അതാണ്. അധികാര കേന്ദ്രീയത്തെക്കാൾ ഇവിടെ എന്നെ അധികാരം ഭരണഘടനയില്ലാത്ത ഒരു അധികാരം ചെയ്യാനൊക്കത്തില്ല. ക്രെഡിബിലിറ്റി വേണം. അവർ ദൈവത്തിൻ്റെ പ്രവർത്തകരാണ്, ദാസന്മാരാണ്, ജനങ്ങളെ സേവിക്കുകയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് സഭ നിൽക്കുന്നുള്ളത്. അവർ നല്ലപോലെ തിരിച്ചറിയണം. അവർക്ക് സ്വന്തമായൊരു അധികാരം ഇല്ല. സഭയിലൂടെ കിട്ടുന്ന അധികാരമല്ലാതെ ആർക്കും ഒരു അധികാരമില്ല. മേളിൽ നിന്ന് കിട്ടാതെ ആർക്കും ഒരു അധികാരവും ഇല്ല. എന്നാൽ അത് തൂത്തി കളയാനും ഒക്കത്തില്ല. കാരണം യേശുക്രിസ്തു തന്നെ പറഞ്ഞ് കേട്ടാനും അയക്കാനുള്ള അധികാരം ഉൾപ്പെടെ ഉള്ളത് കൊടുത്തിരിക്കുന്ന യേശുക്രിസ്തു തന്നെയാണ്. അത് ജനാധിപത്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പണ്ടേ അധികാരത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ചെയ്യാൻ പാടില്ല. എനിക്ക് തോന്നുന്നില്ല, ഞങ്ങളാരും അത് പ്രയോഗിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ.